പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വിഷയം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതായത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരുവിധമുള്ള എല്ലാവരും. അവിടെ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ചമയവിളക്കിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ സ്ത്രീ വേഷം കെട്ടിയിട്ടാണ് എല്ലാവരും വിളക്കു ഏന്തിയിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്, ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്. ഒരു പ്രത്യേക ദിവസം തന്നെയാണ്. ആ നാട്ടിലുള്ളവർക്കെല്ലാം അത് ഉത്സവമാണ്. ആ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ, കുട്ടികളും എല്ലാം സ്ത്രീവേഷം കെട്ടി അവിടെ പോയി ഭഗവതിയെ പ്രസാദിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു നമ്മൾ കണ്ടത് ഇന്നലെ. അവിടെ ആ അമ്പലത്തിൽ ഇത് നടന്നപ്പോൾ അവിടെ ഒരു ചെറിയ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ട്രാൻസ് വ്യക്തിയായ ജാസിൽ ജാസി എന്ന് പറയുന്ന ആ വ്യക്തിയോട്, അവരിപ്പോൾ സ്ത്രീയാവാൻ വേണ്ടിയിട്ട് അവർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് അവിടെയുള്ള കുറേ ആൾക്കാർ, അതായത് കുറച്ച് സദാചാര ആങ്ങളമാരും അമ്മാവന്മാരും ഒക്കെ അവരെ ഇട്ട് വളഞ്ഞ് അവരോട് ചെയ്ത ഒരു സംഭവം എന്താണെന്ന് ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ അത് കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് പറയാം. വിളക്കെടുക്കാൻ വന്ന ആള് നിങ്ങൾ ഒരുങ്ങി വന്ന ആളല്ല, വിളക്കെടുക്കാൻ വന്ന ആള് അവിടെ വിളക്കെടുക്കാൻ വന്ന ആളെ ഞാൻ ഒരുങ്ങി, ഞാൻ ഭഗവതി തൊഴാൻ വേണ്ടി അല്ല വിളക്കെടുക്കാൻ വന്ന ആള് റോഡ് പോയിട്ടുണ്ട്. ഞാൻ ഭഗവതിനെ തൊഴാൻ വേണ്ടി പ്രശ്നമുണ്ട്. ഇപ്പൊ വന്നേ ഉള്ളൂ ഞങ്ങള്. ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതാണ്. ഈ എന്നെ ചോദിച്ചു ഒരു 5 മുമ്പ് ആള് പോയത്. നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. എടുത്ത വീഡിയോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ ആ വ്യക്തിയോട് ഈ സദാചാര ആങ്ങളമാരും അമ്മാവന്മാരൊക്കെ എന്താ പറയുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയെ അവിടെ ഇട്ട് വളഞ്ഞ് ഇതുപോലെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കൊക്കെ ഉള്ളത്? ഇവർക്കൊക്കെ ഉണ്ടോ? എടോ, ഒരു വ്യക്തിക്ക് ഇവിടെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് നടക്കാം. ഒരു വ്യക്തിക്ക് എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് നടക്കാം അല്ലേ? എന്തൊരു മോശമാണ് ഇതെന്താണ്? ആ വ്യക്തി എന്തിനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ആ ജാസി എന്ന് പറയുന്ന അവരെ എന്തിനാണ് ഇങ്ങനെ? എടോ, അവരും മനുഷ്യരാണ് അല്ലേ? അവരിങ്ങനെ ഒരു ജീവിതമായിപ്പോയി എന്നുള്ളത് അവരുടെ തെറ്റൊന്നുമല്ല. എന്തിനാണ് ആ കൂട്ടത്തിലിട്ടിട്ട് ഇത്രയും ആൾക്കാരെ നടുക്കിട്ടിട്ട് അവരെ അങ്ങനെ ചെയ്യാനുള്ള ഇത് ആരാണ് കൊടുത്തത്? ശരിക്കും പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വേണമായിരുന്നു. ഇനി അവരേത് മതത്തിൽപ്പെട്ട ആളും ആയിക്കോട്ടെ, ഭഗവതിനെ അവർ പറഞ്ഞു, ഞാൻ ഭഗവതിയെ തൊഴാൻ വേണ്ടി വന്നതാണ്, ഞാൻ വിളക്കൊന്നും എടുത്തില്ല, എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. എടോ, ആ പറയുന്നെങ്കിലും ഒന്ന് കേട്ടോളൂ. നിങ്ങൾക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എന്ത് അധികാരമാണ് ഏട്ടന്മാരെ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വിളക്കെടുത്തോ, നമ്മുടെ നാടിന് ദോഷമാണ്, ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിലേക്കൊന്നും ആരും കടന്നു ചെല്ലുന്നില്ല. അങ്ങനെ നിങ്ങളുടെ വിശ്വാസം തകർത്തുകൊണ്ടാണോ അവരവിടേക്ക് വന്നത്? അവരെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രം അവരവിടെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് അവരെ ഇത്രയും ആൾക്കാരുടെ കൂട്ടത്തിലിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ മാത്രം അവരെന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഞാൻ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായിട്ടും കണ്ടിട്ടുണ്ട് ട്രാൻസ് വ്യക്തികളോട് കാണിക്കുന്ന ഒരു മനോഭാവം. ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിയോട് തന്നെ അഥവാ അവരൊരു നല്ല ഡ്രസ്സ് ഇട്ടിട്ടോ അല്ലെ വേറെ എന്തെങ്കിലും ഇട്ടോ അതിൻ്റെ അടിയിൽ ആരെങ്കിലും പോയി കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെ പൊങ്കാലയാക്കുന്ന ആൾക്കാർ. എടോ, ഇതൊന്നും പറഞ്ഞാൽ ആൾക്കാർ വേണമെന്ന് വെച്ച് ചെയ്യുന്നൊന്നുമല്ല. ഓരോ മനുഷ്യന്മാരും ഓരോ രീതിയിൽ അവരുടെ ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അത് മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അല്ലാതെ അവരെ ഇങ്ങനെ പൊതുസഭയിലല്ല ഇങ്ങനെ അപമാനിച്ച് നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ മോശം ആൾക്കാരാണ്, അങ്ങനെയൊന്നും പറയാനുള്ള ഒരു റൈറ്റ്സും നമുക്ക് ആർക്കുമില്ല. പിന്നെ അവർ ഇങ്ങനെയും ജീവിച്ചോട്ടോ, ആ പാവം എന്താണ് അവിടെ ഇട്ട് ഇങ്ങനെ
ഇതാക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. ഒരു സാധാരണയുള്ള ഒരു തരത്തിലുള്ളൊരു മനുഷ്യൻ, സാധാരണ എന്താണ് ജീവിതം നയിക്കുന്ന ഒരാൾ തന്നെയാണ് അവരും, സാധാരണക്കാരെ പോലെ തന്നെയാണ്. ഒരു ചെറിയ എന്താണ് ജനറ്റിക് പ്രോബ്ലം കൊണ്ട് അവരങ്ങനെ ആയിപ്പോയി. അത് അവരുടെ കുറ്റമൊന്നുമല്ല. എന്ന് വെച്ചാൽ അവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി, അവർക്ക് സ്ത്രീത്വമാണ് അവരുടെ ഐഡൻറ്റിറ്റി എന്ന് മനസ്സിലാക്കി അവരതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ എന്താണ് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ? അവരവിടെ ഭഗവതിയെ തൊഴാൻ വന്നതുകൊണ്ട് അവിടെ എന്താ അയിത്തായിപ്പോയോ നിങ്ങൾക്ക്? നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് അവരെ അങ്ങനെ അവിടെ തടഞ്ഞിട്ട് ദോഷമാണ്, അങ്ങനെ എടുക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഒരു നിയമം അവിടെ ഉണ്ടോ? ദൈവം വന്ന് പറഞ്ഞോ നിങ്ങളോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ജാസീനെ അവിടെ കയറ്റാൻ പാടില്ല എന്നൊക്കെ ദൈവം നിങ്ങളോട് നേരിട്ട് വന്ന് പറഞ്ഞോ? ഇത്രയും ആധുനിക യുഗത്തിലേക്ക് വന്നിട്ടും ആൾക്കാരൊന്നും മാറിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് ഇപ്പോൾ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ വീഡിയോയിൽ നമ്മൾ കണ്ടു. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും ഉണ്ട് ഒരുപാട്. എന്നിട്ട് അവരെ ലാസ്റ്റ് ഇവർ എല്ലാം പറഞ്ഞു, ഞാൻ വിളക്കൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞ് വീഡിയോ അടക്കം കാണിച്ചു കൊടുത്തതിന് ശേഷവും പിന്നെയും അവരെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവിടെ നിന്നിട്ട് ആകെ ശ്വാസം മുട്ടുവാണല്ലേ ആ ലേഡി. അവരിപ്പോൾ ലേഡിയായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ അങ്ങനെ തന്നെ നമ്മൾ സംബോധന ചെയ്യണം. അല്ലാതെ ഇതുപോലെയുള്ള വ്യക്തികളെ ഒരിക്കലും അവരെ നമ്മൾ ശപിക്കാനോ അവരുടെ മനസ്സ് തകർക്കാനോ നമ്മൾ പോകരുത്. അവരും ജീവിച്ചോട്ടേടോ, അവരുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ അവരെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരാൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളും മനുഷ്യരല്ലേ? നാളെ നിങ്ങൾക്ക് ഇതുപോലെ ഒരവസ്ഥയോ അല്ലെ നിങ്ങളുടെ കുടുംബത്തിലൊരാൾക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥയോ വന്നാലോ നിങ്ങൾ അവരെ തള്ളിക്കളയും. കാരണം മൃഗീയ മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ അമ്പലവും അതുപോലെ തന്നെ പള്ളിയും എല്ലാം മുറുകെ പിടിച്ചിട്ട് സദാചാര ബോധം കളിക്കുന്ന ഇതുപോലെയുള്ള അമ്മാവന്മാരെയോ ആങ്ങളമാരെയൊക്കെ അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ കളിക്കാൻ കഴിയുള്ളൂ. അവരെയൊക്കെ തൂത്തെറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. അവരെ സ്ത്രീ തന്നെ വിളിക്കുക, അവരെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ ആകെ ശ്വാസം മുട്ടിക്കുന്ന പോലെ ആയിപ്പോയി അത് കണ്ടു നിൽക്കുന്നവർക്കെല്ലാം. ഇതെന്താ നിങ്ങൾ ഒരു കോമഡി കളിക്കുമായിരുന്നു അവിടെ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയത്? ഞാനിനി ഇങ്ങനെയൊക്കെ ചോദിച്ചതിന് ഇതൊക്കെ കണ്ടിട്ട് കുരുകൂട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് അമ്മമാരൊക്കെ തെറി വിളിക്കാൻ വേണ്ടി വരുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, അവരും മനുഷ്യരാണ്. അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവർ പറഞ്ഞു, അവർക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട് അവിടെ വരാൻ. അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. പിന്നെ നിങ്ങളുടെ നാട്ടിൽ വരുന്നവരെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും തട്ടിപ്പും കൊണ്ട് ഭഗവതിയെ കാണാൻ ആരെങ്കിലും വരുമോ? നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അതിന്? ഇതൊക്കെ നോക്കാൻ ഇവിടെ നിയമവും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലായിടത്തും കാണാം ഇതുപോലെയുള്ള സദാചാര അമ്മാവന്മാരെ എവിടെ പോയാലും. അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ച് നീക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഇറങ്ങിയേ പറ്റുള്ളൂ. ഇതുപോലെയൊക്കെയുള്ള ട്രാൻസ് വ്യക്തികളെയൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അവരും മനുഷ്യന്മാരാണ്. അവരെ ഇങ്ങനെയൊന്നും ആൾക്കൂട്ടത്തിലിട്ടും ഈ സോഷ്യൽ മീഡിയ വഴിയും ദയവ് ചെയ്ത് ആരും കളിയാക്കല്. അവരും ജീവിച്ചോട്ടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ജാസി മുസ്ലിം ആയതുകൊണ്ട് ഇപ്പോൾ നോമ്പ് കാലത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അത് വളരെ മോശം. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? നോമ്പ് കാലം ആയി എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചത് ഇത്ര വലിയ തെറ്റായിപ്പോയോ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നത്? കുറ്റം പറയുന്നവർ ആലോചിക്കും, നിങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ എല്ലാ കാര്യത്തിലും? നിങ്ങളൊക്കെ 100% പെർഫെക്റ്റായ ആൾക്കാരാണോ? എന്തിനാണ് നമ്മുടെ ഒരുപാട് കുറ്റം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ നമ്മൾ എന്തിനാണ് പോകുന്നത്? ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പോകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.